പേഴ്സണൽ ആഗ്രഹം അനീഷാണ്. അതുകൊണ്ടാണ് അനീഷെ സോറി, താനൊരു നല്ല ഗെയിമറാണ്. പേനിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയായിരുന്നു. തൊട്ടടുത്തല്ലേ നിങ്ങൾ ഇരിക്കുന്നത്? ഏതേലും ഒരു പേന നിങ്ങൾ കണ്ടത്? ഓരൊറ്റ പേനെ കാണിച്ചു തരണം. പേനയല്ലേ കൊന്ന, അനോക്കോണ്ടെ പിടിച്ചൊന്നും അല്ല കൊന്നത്, വേറെ വൃത്തികേട് കാണിച്ചൊന്നും അല്ല പബ്ലിക്കായിട്ട്. ഇത്രയും കണ്ടിട്ട് ഇനി ആരാണ് വിന്നർ ആകും എന്ന് തോന്നുന്നുണ്ട് ആരെങ്കിലും? എനിക്ക് എന്റെ പേഴ്സണൽ ആഗ്രഹം അനീഷാണ്. അനീഷ് പേഴ്സണലി എനിക്ക് അനീഷിനെ ഇഷ്ടമാണ്. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓരോ കമന്റ്സിലൂടെ ഇനിയിപ്പൊ അനീഷ് തിരിച്ചു വന്നിട്ട് എന്നെ പറപ്പിക്കും പോയി, താൻ എന്തിനാ എന്നെ ഇഷ്ടം. ഒന്നുമല്ല അനീഷെ, ക്ഷമിക്കാൻ, ഞാൻ ഒരു ഗെയിമർ എന്ന നിലയിലാണ് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്, അല്ലാതെ പേഴ്സണലായിട്ട് തന്നെ ഇഷ്ടമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് അനീഷ് ദേഷ്യമാണ് ഒന്നാമത്തെ കാര്യം, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് അനീഷെ സോറി, താനൊരു നല്ല ഗെയിമറാണ്, അതുകൊണ്ടാണ് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. വേറൊരു രീതിയിൽ താൻ തെറ്റിദ്ധരിക്കരുത്. വെറുതെ എന്തിനാ ആ ചെറുക്കനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, എന്നെ ഓടിക്കുക ചെറുക്കൻ. അപ്പം എന്തായാലും സന്തോഷം, അവൻ വിന്നറായെങ്കിൽ സന്തോഷമേ ഉള്ളൂ. പേനിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയായിരുന്നു. പേനിന്റെ പ്രശ്നം, പേൻ എന്തോന്നറിയാലോ എല്ലാവർക്കും, എല്ലാരും മലയാളീസ് എന്തായാലും ഇങ്ങനെ ചൊറിയും അല്ലേ പേൻ. ഒരു ഇപ്പൊ എന്റെ ഇപ്പൊ തൊട്ടടുത്തല്ലേ നിങ്ങൾ ഇരിക്കുന്നത്? ഏതേലും ഒരു പേന നിങ്ങൾ കണ്ടായിരുന്നു? ഇല്ലല്ലോ. എന്തേലും ഇതിലെ ഇങ്ങനെ ഇറങ്ങാൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമാണെന്ന് കൂട്ടിയാൽ പോരെ. ഞാൻ എന്റെ ആറ്റിറ്റ്യൂഡ്, ഇപ്പം ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ തന്നെ ഇതാണ് എന്നെ ട്രോളന്മാര് ചെയ്യുന്ന ഇതാണ് അല്ലേ, ഇങ്ങനൊക്കെ വെച്ച ഏതാ രണാസുനെയൊക്കെ. സോ ഞാൻ ഇങ്ങനെ വന്ന് നമ്മൾ എന്തായാലും വീട്ടിലൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് എപ്പോഴും. അല്ലാതെ ഇങ്ങനെ സിന്താബ കളിച്ച് പേനിറങ്ങി വന്നെന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ്. അപ്പൊ ഞാനും ആ ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാനും ഓക്കെ. പിന്നെ ഈ ഒരു വെപ്പൊക്കെ ഉള്ളതാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. നമ്മളെ വീട്ടിൽ ഇരുന്നാലും നമുക്ക്, അതായത് അത് എന്റെ ഒറിജിനൽ സ്വഭാവമാണ്. ഞാനൊരു മുഖംമൂടി ഇട്ടല്ല ബിഗ് ബോസ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം റീൽ രേണുസുതി കട്ടിൽ വെച്ച് പേൻ കൊല്ലുന്നത് കണ്ടോ? ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കും, 24 മണിക്കൂർ കാണിക്കുന്നത്. അത് ഇത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ. നമ്മളാരെയും കൊന്നൊന്നും അല്ലല്ലോ അവിടെ നിന്ന്, അല്ലെങ്കിൽ വേറെ വൃത്തികേട് കാണിച്ചൊന്നും അല്ല പബ്ലിക്കായിട്ട്. ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ, അത് സ്വാഭാവികം. അത് എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. നമ്മൾ വീട്ടിലെ പോലെ, അതായത് ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ ഒരാളാണ് എന്റെ മുഖം മൂടിയാന്ന് വെക്കാം. ഞാൻ കണ്ടതാണ് ഒരു റീല്, രേണുസുതി കട്ടിലെ വെച്ച് പേൻ കൊല്ലുന്ന കണ്ടു. അതിനെന്താണ്, ഇങ്ങനെ വെച്ച് പേനയല്ലേ കൊന്ന, അനോക്കോണ്ടെ പിടിച്ചൊന്നും അല്ല കൊന്നത്. പേനയാണെങ്കിൽ പിന്നെ അങ്ങ് കമന്റ് ആയിരുന്നു, ഇവള് പേൻ എന്നാന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടുത്തെ കുറച്ച് കമന്റ് ഓടികൾക്ക് പേൻ എന്നാന്ന് അറിയത്തില്ല. കോല് വെച്ചാൽ മതി, ഇവറ്റ കേട്ടോ തന്നെ കോലെ കയറി കളിക്കും പേൻ. എന്നിട്ടാ എന്നെ പറയാൻ പറ്റും, ഓരോറ്റ പേനെ കാണിച്ചു തരട്ടെ, 1000 രൂപ ഞാൻ തരാന്ന് പറഞ്ഞു. എല്ലാം ട്രീറ്റ് ഇന്ന് പോയി റീസർവീസ് ചെയ്ത് റൂമിൽ പോയിട്ട്. ഞാൻ ചോദിക്കാൻ വന്ന കാര്യം, ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത അവിടെ തന്നെ റൂമിൽ പോയി? തീർച്ചയായിട്ടും ഇന്ന് പോയിട്ട്, ഞാൻ അതാ ലേറ്റ് ആയത്. ഇന്ന് പോയി 3 മാസം കൂടി നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ 3 മാസമോ 4 മാസത്തിനകത്ത് നമ്മൾ സർവീസ് ചെയ്യണം. ഇന്ന് പോയി അതും ചെയ്തു. അതുപോലെ സ്കിൻ വൈറ്റനിങ്ങിന്റെ സെക്കൻഡ് സെറ്റിങ്സും ചെയ്തു. അതുപോലെ ഒരു ഗ്ലൂട്ടൈൻ കൂടെ എടുത്തിട്ടാണ് വന്നത്. എല്ലാരും പറയും, ഇതിന് മുന്നേ പറഞ്ഞു ഗ്ലൂട്ടൈൻ എടുത്തില്ല. ഞാൻ ഇന്ന് വരെ എടുത്തില്ല. പക്ഷെ അപ്പൊ എനിക്കൊരു വാശി, എന്തായാലും എടുക്കാമല്ലോ. ഇനിയിപ്പോ എടുത്തില്ലെന്ന് പറയത്തില്ലോ, എന്തായാലും ഒരു സെറ്റിങ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് 2-3 ആഴ്ച കഴിയുമ്പോൾ റിസൾട്ട് അറിയത്തുള്ളൂ. മുമ്പ് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് ദിവസം കുളിക്കാൻ പാടില്ല എന്നായിരുന്നു ചേച്ചി പറഞ്ഞിരുന്നത്. അങ്ങനെയല്ല, ഞാനത് തിരുത്തി പറയാം. അതായത് ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് ഹെയർ വാഷ് ചെയ്യാം, ഷാമ്പു യൂസ് ചെയ്യാം. പക്ഷേ മൈൽഡ് ഷാമ്പു യൂസ് ചെയ്യാം. ഞാനൊരു കാര്യം, എന്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് ചില ആളുകൾ സ്ഥിരം തല കഴുകാത്തവർ, ഞാൻ സ്ഥിരം ഒന്നും തല കഴുകത്തില്ല. വേറെ ഒന്നും കൂടെ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് തല കഴുകാൻ സ്ഥിരം. ഇപ്പം ബിഗ് ബോസ് നടക്കുന്ന സ്ഥലം നമ്മുടെ സ്ഥലമല്ല, അല്ലല്ലോ, നമ്മുടെ സംസ്ഥാനമേ അല്ല. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേന് വെള്ളം മാറി കുളിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ വെള്ളം മാറി നമ്മുടെ തല കുളിച്ച് എന്തായാലും നമുക്ക് അസുഖം വരും. ഒന്നാമത്തെ കാര്യം, സൈഡിൽ കൂടെ എനിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ജലദോഷം പിടിക്കുന്ന ഞാനാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ആഴ്ചയിലോ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ ഞാൻ തല കഴുകിക്കൊണ്ടിരുന്നത്. അല്ലാതെ എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ തല കഴുകരുതെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. എന്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എക്സ്റ്റൻഷൻ വെച്ചാൽ ഡെയിലി തല കഴുകാം. ഒരു മുമ്പത്തെ ഇന്റർവ്യൂ അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. എന്റെ പേഴ്സണൽ എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് പോയത് ഫസ്റ്റ്, മനസ്സിലായോ? അപ്പൊ എന്നെ സംബന്ധിച്ച് എക്സ്റ്റൻഷൻ ഉണ്ട്. പിന്നെ എന്റെ ഡെയിലി ഞാൻ തല കഴുകി. ഇപ്പൊ എക്സ്റ്റൻഷൻ വെച്ചാലും വെച്ചില്ലേലും ഞാൻ തല കഴുകത്തില്ല ഡെയിലി. എനിക്കത് തോന്നണം. ദേഹം കുളിച്ചാൽ മുടി കെട്ടി വെച്ചിട്ട് ദേഹം കുളിക്കും, തല നനയ്ക്കത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞ നാട്ടിലെ വെള്ളമല്ല അവിടെ. അപ്പം പിന്നെ ഞാൻ തല ഡെയിലി കുളിച്ചില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം ഞാൻ ഒന്നുകൂടി പറയാണ്, എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി തല കഴുകുന്നതിന് കുഴപ്പമില്ല. ഞാൻ എന്റെ ഒരു പേഴ്സണലി ഞാൻ പറഞ്ഞാണ്, എനിക്ക് ജലദോഷവും കാര്യങ്ങളും എന്റെ ഒരു പേഴ്സണലി എനിക്ക് തോന്നിയില്ല ഡെയിലി തല കഴുകാൻ. എനിക്ക് ചിലപ്പം ഉള്ളിൽ ചിലപ്പം പനിയോ ഇതൊക്കെ വന്നാലോ ഞാൻ കഴുകിയില്ല. വേണമെങ്കിൽ ആർക്ക് വേണ്ട ഡെയിലി തല കഴുകാം, ഷാമ്പു ഇടാം.
മൈൽഡ് ഷാമ്പു ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചെന്ന സീസൺ എന്ന് പറഞ്ഞാൽ സീസൺ 7 ആണ്. ഏജിന്റെ പണിയാണ്. നമുക്ക് ഷാമ്പൂസും കാര്യങ്ങളും നമ്മുടെ കോമ്പും ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഇല്ലേ. നമ്മുടെ 23 ദിവസം കഴിഞ്ഞ് വൈൽഡ് കാർഡ് എൻട്രി വരുന്നതിന് മുന്നെയാണ് നമ്മുടെ സാധനങ്ങൾ തിങ്സ് എല്ലാം കിട്ടുന്നത്. സോ ഇത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വലിയ കോമ്പ് ഇട്ടിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പ്രശ്നമാകും. അപ്പം നമുക്ക് കിട്ടിയ ചെറിയ കോമ്പാണ്, അതിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടാണ് ഞാൻ അങ്ങനെ അത് പറഞ്ഞത്.